ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണാണ് സുതാര്യവും കൃത്യവുമായ വോട്ടർ പട്ടിക. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമഗ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന, അതായത് SIR, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1,00,000-ലധികം വോട്ടർമാരെ കണ്ടെത്താനായില്ല എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെളിപ്പെടുത്തലും 27 ലക്ഷത്തിലധികം പേർ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും എന്ന പ്രാഥമിക കണക്കും വലിയ ആശങ്കകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഈ നിർണായക പ്രക്രിയ എന്താണ്? ഇതൊരു സാധാരണ പൗരനെ എങ്ങനെ ബാധിക്കും? എന്തുകൊണ്ടാണ് ഇത്രയധികം പേർക്ക് രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്നത്? നിലവിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിട്ട കണക്കനുസരിച്ച് തീവ്ര പരിശോധനയിൽ 1,01,856 വോട്ടർമാരെ അവരുടെ താമസ സ്ഥലത്ത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ മരണപ്പെട്ടവരും ഇരട്ട വോട്ട് ഉൾപ്പെടെയുള്ള അപാകതകൾ ഉള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം ആരാണെന്നോ ഏത് മണ്ഡലത്തിലാണ് ഉൾപ്പെടുത്തിയതെന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ കണക്കുകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും ഒരുപോലെ ആശങ്കയിലാണ്. യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള ആരെങ്കിലും സാങ്കേതിക പിഴവുകൾ കാരണം കാണാതായവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. പലപ്പോഴും വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുമ്പോൾ സ്ഥലപരിശോധനയിൽ വോട്ടർ താൽക്കാലികമായി സ്ഥലത്തില്ലാത്തതുകൊണ്ടോ BLO, അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന വിവരങ്ങളിൽ വന്ന പിഴവുകൾ കൊണ്ടോ അർഹരായവർ പോലും പട്ടികയിൽ നിന്ന് പുറത്ത് ആക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 1,00,000 പേരുടെ ബൂത്ത് മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് മുമ്പ് അർഹതയുള്ള ആരും പുറത്തു പോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ BLOമാരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ BLOമാരും യോഗം ചേർന്ന് വിലയിരുത്തണമെന്നുമുള്ള ആവശ്യം ശക്തമാണ്. പട്ടികയിൽ തുടരാൻ അർഹതയുണ്ടെന്ന് കണ്ടെത്തുന്നവർക്ക് പുതിയ വോട്ടർമാരെ പോലെ ഫോം 6 സമർപ്പിക്കേണ്ടി വരുമെന്നത് വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. SIR പ്രക്രിയയുടെ കാതലായ ഭാഗം 2002-ലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് പൗരത്വം, താമസ സ്ഥലം എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ്. ഇതിനായി വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാൻ സംസ്ഥാനത്തെ 2.78 കോടി വോട്ടർമാരോട് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം നിലവിലെ വോട്ടർമാരിൽ 2.78 കോടി പേരിൽ 27.8 ലക്ഷം, ഏകദേശം 10% പേർക്ക് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും. 2002-ലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ പേരോ ഇല്ലാത്തവരാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അതേസമയം 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികകളിൽ പേരുള്ള 1.89 കോടി വോട്ടർമാർ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. അവർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതിയാകും. കൂടാതെ 2002-ൽ 18 വയസ്സ് തികയാത്തവരും എന്നാൽ അന്ന് രക്ഷിതാക്കൾക്ക് വോട്ടുണ്ടായിരുന്നതുമായ 61.16 ലക്ഷം പേരും രേഖകൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ട്. ഇവിടെയാണ് പ്രധാന വെല്ലുവിളി. ഈ 27.8 ലക്ഷം പേർ നിലവിൽ വോട്ടർ പട്ടികയുടെ കരട് രൂപത്തിൽ പേരുണ്ടെങ്കിൽ പോലും അന്തിമ പട്ടികയിൽ ഉൾപ്പെടാൻ കേന്ദ്ര കമ്മീഷൻ നിഷ്കർഷിച്ച 18 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നോട്ടീസ് ലഭിക്കുമ്പോൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും ചുരുങ്ങിയത് 5 തെരഞ്ഞെടുപ്പുകളിലെങ്കിലും വോട്ട് ചെയ്തവരാണ് എന്നതാണ് ഈ നീക്കത്തിൻ്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നത്. ഇത്രയധികം പേർ ഒരേ സമയം രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്നത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. രേഖകളില്ലാത്തവർ അവ ലഭ്യമാകാൻ മറ്റ് വകുപ്പുകളെ ആശ്രയിക്കേണ്ടി വരും. ഇനി വോട്ടർമാർക്കിടയിലെ ചില പ്രധാന സംശയങ്ങളും അതിനുള്ള മറുപടിയും നമുക്കൊന്ന് നോക്കാം. വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വോട്ട് മാറ്റിയ ഒരു വ്യക്തി 2002-ൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും 2025-ലെ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് എന്യൂമറേഷൻ ഫോം ലഭിക്കുന്നതാണ്. ഇവർ ഫോമിൻ്റെ A ഭാഗം, അതായത് നിലവിലെ വിവരങ്ങൾ, C ഭാഗം 2002-ലെ ബന്ധുവിൻ്റെ വിവരങ്ങൾ എന്നിവയാണ് പ്രധാനമായും പൂരിപ്പിക്കേണ്ടത്. ഇവിടെ 2002-ലെ വോട്ടർ പട്ടികയിൽ അച്ഛൻ, അമ്മ, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരിൽ ആർക്കെങ്കിലും വോട്ടുണ്ടായിരുന്നെങ്കിൽ ആ പേര് C വിഭാഗത്തിൽ നൽകണം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, അന്ന് ആ ബന്ധുവിന് വോട്ട് നിലവിലെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പ്രശ്നമില്ല എന്നതാണ്. 2002-ലെ ആ ബന്ധുവിൻ്റെ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ തുടങ്ങിയ വിവരങ്ങളാണ് C ഭാഗത്ത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടത്. കൂടാതെ 2002-ലെ പട്ടികയിൽ ആ ബന്ധുവിൻ്റെ പേരിനടുത്ത് അന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബന്ധുവിൻ്റെ, അതായത് റിലേറ്റഡ് പേഴ്സൻ്റെ പേരും ചേർക്കേണ്ടതുണ്ട്. 2002-ൽ സ്വന്തം വീട്ടിൽ വോട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി വിവാഹശേഷം വോട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മാറ്റിയെങ്കിൽ 2025-ലെ വോട്ടർ പട്ടികയിൽ ഭർത്താവിൻ്റെ വിലാസത്തിലാണ് വോട്ടുള്ളതെങ്കിൽ ഫോം അവിടെയാണ് ലഭിക്കുക. ഇവർ ഫോമിൻ്റെ A, B വിഭാഗങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. B ഭാഗം പൂരിപ്പിക്കുമ്പോൾ
2002 പട്ടികയിൽ നിങ്ങളുടെ പേര്, വോട്ടർ ID നമ്പർ, അന്നത്തെ മണ്ഡലത്തിൻ്റെ പേര്, കൂടാതെ 2002 അതേ പട്ടികയിൽ ഉണ്ടായിരുന്ന ബന്ധുവിൻ്റെ പേര് എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം. 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നെങ്കിലും 2025 പട്ടികയിൽ പേരില്ലാത്തവർക്ക് നിലവിലെ SIR ഫോം, അതായത് എന്യൂമറേഷൻ ഫോം ലഭിക്കില്ല. ഇവർക്ക് പുതിയ വോട്ടറാകാനായി ഫോം 6 സമർപ്പിക്കേണ്ടി വരും. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ടതുണ്ട്. SIR നടക്കുന്നത് ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ഇതിന് ഒരു ബന്ധവുമില്ല. തദ്ദേശ പട്ടികയിലെ വിവരങ്ങൾ എന്യൂമറേഷൻ ഫോമിൽ എഴുതരുത്. വോട്ടർമാർ അവരുടെ പേര് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. SIR പ്രക്രിയയുടെ ലക്ഷ്യം വോട്ടർ പട്ടികയുടെ ആധികാരികതയും കൃത്യതയും ഉറപ്പാക്കുകയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് നിരവധി വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. സമയപരിധിയും പ്രക്രിയയുടെ സങ്കീർണതയുമാണ് പ്രധാന വെല്ലുവിളി. 27.8 ലക്ഷം പേർ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്നതും എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതിലെ കാലതാമസവും കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. രണ്ടാമതായി, രേഖകളുടെ അംഗീകാരമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. സംസ്ഥാനത്തെ മിക്ക കുടുംബങ്ങൾക്കുമുള്ള പൊതു തിരിച്ചറിയൽ രേഖയായ റേഷൻ കാർഡ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച 12 അംഗീകൃത രേഖകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പരിഗണിക്കാത്തത് രേഖാസമർപ്പണത്തിൻ്റെ ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി, ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങളിലെ വേഗക്കുറവ് ഒരു പ്രശ്നമാണ്. വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ BLOമാർ കുറവായത് പ്രക്രിയയുടെ പൂർത്തീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം എന്നത് ഒരു സാങ്കേതിക പ്രക്രിയ എന്നതിലുപരി ഓരോ പൗരൻ്റെയും വോട്ടവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ജാഗ്രതയോടെ സമീപിക്കേണ്ട ഒരു ജനാധിപത്യപരമായ കടമയാണ്. രാഷ്ട്രീയ പാർട്ടികൾ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, വോട്ടർമാർ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ മഹായജ്ഞം വിജയകരമായി പൂർത്തിയാക്കാനും യഥാർത്ഥത്തിൽ അർഹതയുള്ള ഒരു വോട്ടർ പോലും പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്താനും സാധിക്കുകയുള്ളൂ. ഡിസംബർ 9 കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അവസാനമായി ഒരു കാര്യം കൂടി, നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ കാണാതായ 1 ലക്ഷം പേരിൽ ഉൾപ്പെടാനോ 27.8 ലക്ഷം രേഖാ സമർപ്പകരിൽ ഒരാളായി മാറാനോ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം കൃത്യമായും പൂരിപ്പിച്ച് നൽകിയെന്നും 2025 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്.